ഇവിടെ ഏറ്റവും ഞാൻ പറഞ്ഞിട്ടും സാധാരണക്കാരായ മനുഷ്യർ പോലും ഇന്നലെ ഒരു കല്യാണ വീട്ടിൽ നമ്മൾ പോയപ്പോൾ അവിടെ ഈ മിഠായിയൊക്കെ പൊതിഞ്ഞു നൽകുന്നത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കവറിലൊക്കെയാണ്. അതെ അതെ, ഞാൻ ഇന്നലെ അത് അറിഞ്ഞു, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. പക്ഷെ അവിടെ വിവാഹത്തിൻ്റെ ഇന്നലെ അവിടെ എത്താൻ സാധിച്ചില്ല, വേറെ തിരക്കുകൾക്കിടയിലായിട്ട്. എല്ലാം സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനൊരു സ്വീകാര്യതയും അതുപോലെ LDFിൻ്റെ ഒരു പിന്തുണയും വിവിധ രൂപത്തിലൊക്കെ വരുന്നു എന്നുള്ളത് നല്ല ആഹ്ലാദകരമായ കാര്യമാണ്. ഈ എതിരാളികൾ തന്നെ എം സ്വരാജിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദിച്ചത്. ഇപ്പോൾ എം സ്വരാജ് പര്യടനം ആരംഭിച്ച് പ്രചരണ രംഗത്തേക്ക് വന്നപ്പോൾ ഈ നുണമോബുകളുമായി അതേ ആൾക്കാർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രസംഗങ്ങളുടെ പഴയ വീഡിയോകൾ, തെറ്റിദ്ധാരണാജനകമായ പല വാർത്തകൾ, അങ്ങനെ ഈ പ്രചരണ ഘട്ടത്തിൽ ഇനി ഇതൊക്കെ നേരിടാനുള്ള അവസ്ഥയിലേക്ക് സ്ഥാനാർത്ഥി പോവുകയാണ്. എങ്ങനെയാണ് ഈ നുണബോംബുകൾക്കെതിരെയുള്ള പോരാട്ടം ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ ഘട്ടത്തിൽ നടത്തുക? ഞാനത് വ്യക്തിപരമായിട്ടൊന്നും കാണുന്നില്ല. മാത്രമല്ല അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ മറുപടി പറയണമെന്നോ എനിക്ക് തോന്നുന്നില്ല. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല. സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യകരമായ സംവാദങ്ങൾ, ആശയപരമായ ഏറ്റുമുട്ടലുകൾ അതൊക്കെ ഉണ്ടാവണം. നാടിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ജനങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന നയങ്ങളെ സംബന്ധിച്ചുള്ള ആശയവിനിമയം ഉണ്ടാവണം. അതിന് പകരം ചീത്ത വിളിക്കുന്നതും പരദൂഷണം പറയുന്നതും ഒക്കെ ജനാധിപത്യത്തെ ചുരുക്കാനാണ് സഹായിക്കുക. അപ്പോൾ നമ്മളെ എതിർക്കുന്ന ആളുകൾക്ക് ഒരു നില വിട്ടുപോയോ എന്നുള്ള, അവരുടെ നില തെറ്റിക്കുന്നതായി ഇവിടുത്തെ LDFിനുള്ള പിന്തുണ മാറി എന്നൊക്കെയാണ് പൊതുസമൂഹം വിലയിരുത്തുക. ഞാൻ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോട് മുന്നിലുള്ള ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ ഉള്ള തെളിവുകൾ പോലും ഒപ്പമുണ്ടായിരുന്നവർ തന്നെ തെറ്റിദ്ധാരണജനകമായി വാർത്തകൾ പറയുന്നു, വാർത്താ സമ്മേളനങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ മറവിയായിരിക്കുന്നു. ഞാനതൊക്കെ അങ്ങനെ കണ്ടിട്ട് അതിനെ തള്ളിക്കളയാണ്. എനിക്ക് സൂചിപ്പിക്കാൻ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹം കാണുകയും വിലയിരുത്തുകയും ചെയ്യും. പക്ഷെ ഉത്തരവാദിത്വ ബോധമുള്ളവരൊന്നും ഇത്തരത്തിലുള്ള വക്രീകരിച്ച കാര്യങ്ങൾ പറയുകയൊന്നും ചെയ്യാറില്ല സാധാരണ. അപ്പോൾ അവരെല്ലാവരും ആരോഗ്യകരമായ ഒരു ജനാധിപത്യ മത്സരത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു.